അഗ്നിപഥ് സത്യം എന്ത്? ആക്രമണങ്ങൾ ആസൂത്രിതമോ? ഇന്ത്യൻ സായുധ സേനയുടെ ശരാശരി പ്രായവും പ്രതിച്ഛായയും മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഹ്രസ്വകാല സൈനിക റിക്രൂട്ട്മെൻറ്റ് പദ്ധതിയാണ് അഗ്നിപഥ്. ഈ പദ്ധതി പ്രകാരം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സേനാ കാലാവധി വെറും 4 വർഷം മാത്രമായിരിക്കും. പ്രായപരിധി 17.5 വയസ്സ് മുതൽ 23 വയസ്സ് വരെ. അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈ പദ്ധതി വഴി സേനാംഗങ്ങളാകാം. ഈ പദ്ധതിയിൽ ചേർന്ന് സേനാംഗങ്ങൾ ആകുന്നവരെ അഗ്നിവീർ എന്നാണ് വിളിക്കുക. മികച്ച ശമ്പളവും ഇൻഷുറൻസ് പരിരക്ഷയുമാണ് പ്രധാന ആകർഷക ഘടകങ്ങൾ. സാധാരണ നിലയിൽ സായുധ സേനയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നൽകുന്ന അതേ പരിശീലനം തന്നെ ആണ് അഗ്നിവീരന്മാർക്കും നൽകുക. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 6 മാസം പരിശീലനവും 3.5 വർഷത്തെ നിയമനവുമാണ് ലഭിക്കുക. സേനയിൽ അംഗമായാൽ തുടക്ക മാസങ്ങളിൽ തന്നെ അലവൻസുകൾ അടക്കം 40,000 രൂപയോളം ശമ്പളം ലഭിക്കും. ഒപ്പം ഇൻഷുറൻസ് പരിരക്ഷയും. ചുരുക്കി പറഞ്ഞാൽ 18 വയസ്സിന് മുൻപ് സൈന്യത്തിൽ ചേരുന്ന ഒരു യുവാവിന് 22 വയസ്സിൽ പുറത്തു വരുമ്പോൾ 4 വർഷത്തെ സേവനത്തിന് 35 ലക്ഷം രൂപയ്ക്ക് മേൽ പ്രതിഫലം ലഭിച്ചിരിക്കും. അതായത് ശ്രമിച്ചാൽ 25 മുതൽ 30 ലക്ഷം രൂപയെങ്കിലും സേവിങ്സായി കരുതി വെക്കാം. ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്ക് ഉപരിപഠനത്തിനോ മറ്റേതെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തം പണം ഉപയോഗിച്ച് അത് തുടങ്ങാനോ ഈ പണം ഉപയോഗിക്കാൻ കഴിയും. ഒറ്റനോട്ടത്തിൽ ഏറെ ആകർഷകമാണ് അഗ്നിപഥ് പദ്ധതി. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ ഈ പദ്ധതിക്കെതിരെ രാജ്യമെങ്ങും പ്രതിഷേധങ്ങൾ അലയടിക്കുകയാണ്. പല സംസ്ഥാനങ്ങളിലും ട്രെയിനുകൾ കത്തിച്ചും കേന്ദ്ര സർക്കാരിൻ്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഓഫീസുകൾ ആക്രമിച്ചും പ്രതിഷേധിക്കുകയാണ് ഈ തീരുമാനത്തിന് എതിരെ ഒരു വിഭാഗം ആളുകൾ. കേന്ദ്ര സർക്കാർ തങ്ങളുടെ ഫാസിസ്റ്റ് അജണ്ട നടപ്പിലാക്കാനും സംഘപരിവാറുകാരെ സൈന്യത്തിൽ ചേർക്കാനുമാണ് ഈ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നതെന്നാണ് സമരം ചെയ്യുന്നവർ ആരോപിക്കുന്നത്. സൈന്യത്തെ രാഷ്ട്രീയവൽക്കരിക്കാനും സമൂഹത്തെ സൈന്യവൽക്കരിക്കാനുമുള്ള സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുക മാത്രമാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് എന്നാണ് ഒരു വിഭാഗം ആരോപിക്കുന്നു. 4 വർഷം സൈനിക സേവനം കഴിഞ്ഞു വരുന്നവരെ സമൂഹത്തിൽ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്നവർ ആയി മാറ്റിയെടുക്കും എന്നൊക്കെയാണ് ഈ പദ്ധതി എതിർക്കുന്നവർ പ്രചരിപ്പിക്കുന്നത്. കേന്ദ്ര സർക്കാർ അംഗീകരിച്ച ഈ പദ്ധതിയുടെ ഗുണവശങ്ങളും ദോഷവശങ്ങളും ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് സമ്മതിക്കുന്നു. എന്നാൽ ഇപ്പോൾ ആക്രമണത്തിൻ്റെ പങ്കുചേരുന്ന യുവാക്കൾ തങ്ങൾ ഒരു കാരണവശാലും സൈനികരാകാൻ യോഗ്യരല്ല എന്ന് അവരുടെ രാജ്യവിരുദ്ധ പ്രവർത്തി കൊണ്ട് തന്നെ തെളിയിച്ചിരിക്കുകയാണ്. കാരണങ്ങൾ എന്തു തന്നെ നിരത്തിയാലും ഇന്ത്യ മുഴുവൻ 2 ദിവസം കൊണ്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾക്കും കലാപശ്രമങ്ങൾക്കും പിന്നിൽ രാജ്യദ്രോഹ ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നാം സംശയിക്കണം. കാരണം ആരുടെയൊക്കെയോ കൃത്യമായ ആസൂത്രണവും ഏകോപനവും കൂടാതെ ഇത്ര പെട്ടെന്ന് രാജ്യവ്യാപകമായി ഇതുപോലെ ഒരു പ്രതിഷേധം വ്യാപിക്കുക അസാധ്യമാണ്. അത്തരം ശക്തികളെ വെളിച്ചത്ത് കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് കഴിയട്ടെ. അതോടൊപ്പം തന്നെ ഈ പദ്ധതിക്ക് എതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആശങ്കകൾ പരിഹരിക്കാനും കേന്ദ്ര സർക്കാർ തയ്യാറാകണം.